മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നിലവിൽ കടുത്ത ആഭ്യന്തര തർക്കങ്ങളും ചേരിപ്പോരും വിവാദങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള ചേരിതിരിവും പരസ്യമായ കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും കാരണം സംഘടനയുടെ പ്രവർത്തനം തന്നെ സ്തംഭിച്ച അവസ്ഥയിലാണ്. നടി അൻസിബ ഹസന്റെ രാജിയും ഇതേ തുടർന്നുള്ള ആരോപണങ്ങളുമാണ് നിലവിലെ പ്രശ്നം. നടൻ ടിനി ടോം തനിക്കെതിരെ വ്യാജകഥകൾ കെട്ടിച്ചമയ്ക്കുകയും കരിയർ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് മുൻ ജോയിന്റ് സെക്രട്ടറി കൂടിയായ നടി അൻസിബ ഹസൻ ആരോപിച്ചത്. സ്പോൺസർഷിപ്പ് വിഷയത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ തന്നെ മതതീവ്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതായും താരം പരാതിപ്പെട്ടു. മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം നൽകിയ വ്യാജ പരാതി മൂലം പോലീസ് സ്റ്റേഷനിൽ കടുത്ത മാനസിക പീഡനം നേരിടേണ്ടി വന്നെന്നും സംഘടനയിൽ നിന്ന് നീതി ലഭിക്കാത്തതുകൊണ്ടാണ് രാജിവെച്ചതെന്നും അൻസിബ വ്യക്തമാക്കിയിരുന്നു. ടിനി ടോമിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അൻസിബ. ജിഹാദി പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകാനാണ് നടിയുടെ ആലോചന. ടിനി ടോമിനെതിരെ അൻസിബ നടത്തിയ ആരോപണങ്ങൾ ശരിയാണെന്നും അൻസിബയുടെ DNA ശരിയല്ലെന്ന് ടിനി ടോം പറഞ്ഞുവെന്നും ലക്ഷ്മിപ്രിയക്കെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ടെന്നും നീനാകുറുപ്പ് പറഞ്ഞു. അമ്മയുടെ കുടുംബ സംഗമത്തിന് ദല്ലാൽ നന്ദകുമാർ ചെയർമാനായ വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 75 ലക്ഷം രൂപയുടെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചതാണ് അമ്മയിലെ മറ്റൊരു പ്രധാന തർക്കം. സംഘടന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് കാണിച്ച് അൻസിബ ഈ കരാറിനെ ശക്തമായി എതിർത്തിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരനും തമ്മിലുള്ള ശക്തമായ ചേരിതിരിവ് അമ്മയ്ക്ക് പുറത്ത് സംസാര വിഷയമാണ്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പരാജയപ്പെട്ടെന്നും സംഘടനയിൽ സുതാര്യതയില്ലെന്നും നടി മാല പാർവതി രൂക്ഷമായി വിമർശിച്ചു. കമ്മിറ്റിയിലെ മീറ്റിംഗുകളിൽ തെറിവിളികളും അസഭ്യവർഷവുമാണ് നടക്കുന്നതെന്നും മാല പാർവതി, ജോയ് മാത്യു, ഉഷ ഹസീന തുടങ്ങിയ അംഗങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ നിലവിലെ ഭരണസമിതി ഒരു പരദൂഷണ കമ്മിറ്റിയായി മാറിയെന്നും സംഘടനയിൽ നടക്കുന്നത് വെറും ധൂർത്താണെന്നുമാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. സംഘടനയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നാണക്കേടുണ്ടാക്കുന്നതാണെന്നും നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അമ്മയിൽ നടക്കുന്ന പല കാര്യങ്ങളും സാധാരണ അംഗങ്ങൾ പോലും അറിയുന്നില്ലെന്നും പരസ്പരം ചെളിവാരിയെറിയുന്ന അവസ്ഥയാണുള്ളതെന്നും മാലാ പാർവതിയെ പോലുള്ള താരങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. അമ്മയിൽ ഇപ്പോഴുള്ളവർ തുടർന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുമെന്നും നേതൃത്വം പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി പലരും രംഗത്തെത്തി കഴിഞ്ഞു. അമ്മയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരസ്യമായതോടെ സംഘടനയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയരുതെന്ന് വിലക്കിക്കൊണ്ട് പ്രസിഡന്റ് ശ്വേതാ മേനോൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഗാഗ് ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാർ നിലവിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും പരാതി ലഭിക്കുകയാണെങ്കിൽ ഇടപെടുമെന്നുമാണ് സാംസ്കാരിക തൊഴിൽ വകുപ്പ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പുറത്തു പറയാതെ അമ്മയ്ക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കണമെന്നാണ് ഒരു വിഭാഗം ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും നിലപാട്.